ഡിസംബർ മഞ്ഞ് പെയ്യുന്ന രാവിൻ്റെ കാലമാണ്. അതുപോലെ തന്നെ നമ്മുടെ സാന്റ, ക്രിസ്മസ് ട്രീ, അതുപോലെ സ്പെഷ്യലാണ് ക്രിസ്മസ് ഗിഫ്റ്റ് കൊടുക്കുക എന്നത്. അപ്പോൾ നമുക്ക് ഈ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ അതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന പേപ്പേഴ്സ് ഉണ്ടല്ലോ, ഗ്ലിറ്റർ പേപ്പേഴ്സ് അങ്ങനെയൊക്കെയുള്ള, അല്ലെങ്കിൽ ക്രിസ്മസ് തീംഡ് ആയിട്ടുള്ള പേപ്പേഴ്സ്, അതിനൊക്കെ ഈ ഒരു സമയത്ത് ഇത് ഒരു സെലിബ്രേഷൻ സീസൺ ആയതുകൊണ്ട് തന്നെ കുറച്ച് റേറ്റ് കൂടുതലാണ്. പ്രത്യേകിച്ചും ആ തീം ബേസ്ഡ് ആയിട്ടുള്ള ഗിഫ്റ്റ് പേപ്പേഴ്സ് നമ്മൾ വാങ്ങാനായിട്ട് നിൽക്കുമ്പോൾ ഏകദേശം ഒരു 30-40 രൂപയുടെയൊക്കെ അത്രയും വരെയും റേറ്റ് കൂടിയ ഐറ്റംസ് ഉണ്ട്. അന്നേരം കുറച്ച് ഗിഫ്റ്റ് പേപ്പേഴ്സ് നമുക്ക് തന്നെ ഒന്ന് തയ്യാറാക്കി നോക്കിയാലോ. അപ്പോൾ വെൽക്കം ബാക്ക് ടു ഡേവിഡ് ദ ലിറ്റിൽ ചാമ്പ്. ഇന്ന് നമ്മളൊരു ക്രിയേറ്റീവായിട്ടൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ തുണി വാങ്ങിക്കുന്ന കവറ്, നമ്മൾ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് എല്ലാം ഇപ്പം കിട്ടുന്ന അങ്ങനത്തെ ഈ ബ്രൗൺ കവറുണ്ടല്ലോ, അതൊന്നും ഇനി കളയണ്ട. അതൊക്കെ ഉണ്ടെങ്കിൽ എടുത്തുകൊണ്ട് വായോ, നമുക്ക് കിടില ഒരു ഐറ്റം റെഡിയാക്കാം. അങ്ങനെ നമ്മുടെ ആ ഒരു ബാഗ്, പേപ്പർ ബാഗ്, ആ ഒരു മോഡലാണ് നമുക്കത് കിട്ടുന്നത്. അതിൻ്റെ ഒരു സൈഡ് കട്ട് ചെയ്തതിന് ശേഷം ഇത് ഓപ്പൺ ചെയ്യാനായിട്ട് നടുക്ക് ഇത് ഒട്ടിച്ചേക്കുമായതുകൊണ്ട് സ്ലൈറ്റ് ആയിട്ടുള്ള ഒരു പശയായിരിക്കും യൂസ് ചെയ്തേക്കുന്നത്. നമുക്ക് ജസ്റ്റ് പൊക്കിയാൽ അത് നേരെ തന്നെ ഇളകി വരും. ഞാൻ ആദ്യം എനിക്ക് മനസ്സിലായില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്യുകയാണ് ചെയ്തത്. അതിന് ശേഷം നല്ല ത്രികോണം റെഡ് കളർ ഉപയോഗിച്ച്, ഫാബ്രിക് പെയിൻ്റ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്, ത്രികോണം ഇങ്ങനെ വരച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ഡാൻസ് കളിക്കുമ്പോൾ പറയത്തില്ലേ, ഒന്ന് മെയ് വഴങ്ങി കളിക്കാൻ, അതുപോലെ നമ്മൾ ത്രികോണം വരയ്ക്കുമ്പോഴത്തേനും ഒന്ന് മെയ് വഴങ്ങുന്നത് പോലെ ഒന്ന് ജസ്റ്റ് ഒരു സ്ലൈറ്റായിട്ടൊന്ന് ചരിഞ്ഞ് ഒരു ഇത്തിരി വെച്ചാൽ മതി. അന്നേരത്തേനും നമ്മുടെ ക്രിസ്മസ് ക്യാപ്പ് റെഡിയാണ്. അപ്പോൾ അതിന് ശേഷം ഈ ത്രികോണം വരച്ചതിന് ശേഷം വൈറ്റ് കളർ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുമ്പോഴത്തേനും നമ്മുടെ ഒരു ഐറ്റം റെഡിയായി. നെക്സ്റ്റ് ഇതേപോലെ തന്നെ നമ്മൾ ടൈ ചെയ്ത് ഞാൻ ഇപ്പം രണ്ടാമത് കാണിച്ചിട്ടുണ്ട് അതെങ്ങനെ ഓപ്പൺ ചെയ്യുന്നതെന്ന്. ഇനി നമുക്ക് വരയ്ക്കാനുള്ള ഐസ്മാൻ, 2 ജസ്റ്റ് ബോൾസ് വരച്ചു കൊടുക്കുക. ഒന്ന് കുഞ്ഞത്, ഒന്ന് വലുത്. അത് നമ്മുടെ വൈറ്റ് കളർ ഫാബ്രിക് പെയിൻറ്റ് വെച്ച് വരച്ച്, എന്നിട്ട് ഇങ്ങനെ കുഞ്ഞ് ഷേപ്പ് വരയ്ക്കുക. വേണമെങ്കിൽ നമുക്ക് ലാർജ് ഷേപ്പ് വരയ്ക്കാം. എല്ലാം ഒരേ സൈസ് ആകുമ്പോഴത്തേനും അത് കാണാൻ അത്ര ഭംഗി വരത്തില്ല. അതിന് ശേഷം ഐസ്മാൻ ആണല്ലോ, അന്നേരത്തേന് സ്നോമാൻ അല്ലെ ഐസ്മാൻ എന്നൊക്കെ വിളിക്കും. അതിന് ശേഷം നമ്മുടെ ക്യാപ്പ് നേരത്തെ പറഞ്ഞ പോലെ വരച്ചു കൊടുക്കുക. എന്നിട്ട് കഴുത്തിലൊരു ഷോളും വരച്ചു കൊടുക്കുക. എന്നിട്ട് കമ്പല്ലേ കൈ, അതിൻ്റെ ആ ഒരു ഡിസൈനും കൊടുക്കുക. പിന്നെ ഇതിനൊരു വേരിയേഷൻ വരാനായിട്ട് ഒരു ഹാറ്റ്, ബ്ലാക്ക് ഹാറ്റ് വരച്ചു കൊടുക്കുന്നത്. അത് ജസ്റ്റ് ആദ്യം ഒരു ലൈൻ കൊടുക്കുക, അതിന് ശേഷം ഒരു റെക്റ്റാങ്കിൾ വരച്ചു കൊടുക്കുക. അന്നേരത്തേനും നമ്മുടെ ബ്ലാക്ക് ഹാറ്റും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്നോമാനെ ഇഷ്ടപ്പെട്ടോ? ഇനി ഈ സ്നോമാൻ വെച്ചുള്ള എങ്ങനെയാണ് നമ്മൾ ഗിഫ്റ്റ് പേപ്പർ റെഡിയാക്കുന്നതെന്ന് നമ്മൾ അവസാനം കാണിച്ചിട്ടുണ്ട്. നമുക്ക് അതും കൂടെ ഒന്ന് കണ്ടു നോക്കാം. അവസാനമാവട്ടെ. ഇപ്പം നമ്മുടെ സ്നോമാൻ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് പൈസ ലാഭിക്കാം. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കുറച്ചൊക്കെ ഒന്ന് ക്രിയേറ്റീവ് ആവുകയും ചെയ്യാം. അന്നേരം നമുക്ക് ഭയങ്കര ഐഡിയാസ് വരികയും ചെയ്യും. ഞാൻ വിട്ടുപോയൊരു ഐഡിയയും കൂടെ ഉണ്ട്, അത് അവസാനം പറഞ്ഞുതരാം. ഇനി നമ്മളൊരു ഗ്രീൻ കളർ ഫാബ്രിക് പെയിൻ്റാണ് എടുത്തേക്കുന്നത്. അത് വെച്ച് നമ്മൾ എന്തായാലും അറിയാലോ, നമുക്ക് ക്രിസ്മസ് ട്രീ, ക്രിസ്മസിന് വിട്ടുകൂടാൻ പറ്റാത്ത ഒരു ഐറ്റം. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് ട്രീ റെഡിയാക്കാൻ പോവാണ്. അതിന് ജസ്റ്റ് നന്നായിട്ട് നേരത്തെ പറഞ്ഞ പോലെ മെയ് വഴക്കമൊന്നും ഇല്ലാതെ ട്രയാങ്കിൾ വരയ്ക്കുക. അല്ലെങ്കിൽ ആദ്യം ഒരു കുഞ്ഞു ട്രയാങ്കിൾ, അങ്ങനെ വലിയ ട്രയാങ്കിൾ, അങ്ങനെ ചെയ്യാം. ഇതിപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തപ്പോൾ ഫ്ലോപ്പാന്ന് കണ്ടപ്പോഴത്തേനും മൊത്തം ട്രയാങ്കിൾ മാത്രം വരച്ച്, എന്നിട്ട് ഡെക്കറേറ്റീവ് ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് റെഡ് കളർ വെച്ച് ഇങ്ങനെ അതിൻ്റെ മിഡിലൂടെ ഒരു വേവി മോഷനിൽ ചെയ്തതേ ഉള്ളൂ. അതിന് ശേഷം നമുക്ക് ഈ ഒരു സ്നോ കവറിന് വേണ്ടി നമുക്ക് പഴയ യൂസ് ചെയ്ത ബ്രഷോ അല്ലെങ്കിൽ പുതിയ നമ്മുടെ പല്ല് തേക്കുന്ന പോലത്തെ ബ്രഷ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ വൈറ്റ് കളറിൽ മുക്കി ജസ്റ്റ് അവിടെ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്യുമ്പോഴത്തേന് അവിടെ മൊത്തം നമുക്ക് സ്നോ വന്നതായിട്ട് ഫീൽ ചെയ്യുന്ന ആ ഒരു ഐറ്റം കൊണ്ടുവരാൻ പറ്റും. അത് അത്രയും കൂടെ ട്രെൻഡിങ് ആയിട്ടും കുറച്ചും കൂടെ നന്നായിട്ട് തോന്നും. നമ്മൾ ഒരു പ്രോ ഡ്രോയർ ആയിട്ട് ഫീൽ ചെയ്യും. നെക്സ്റ്റ് വളരെ ഈസി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ ലൈൻസ് ബ്ലാക്ക് കളർ വെച്ച് ലൈൻ വരയ്ക്കുക. അതിനകത്ത് ഇങ്ങനെ മണി തൂക്കുന്ന പോലെ വെള്ള കളർ ഇങ്ങനെ വെക്കുക. നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോൾ ഐറ്റമാണ്. നമ്മൾ ക്രിസ്മസ് ട്രീയിലൊക്കെ നമ്മൾ ഇടത്തില്ലേ, ഓരോ ഡിഫറെൻറ്റ് കളർ, ഗ്രീൻ, ബ്ലൂ, വൈറ്റ്, ഗോൾഡൻ കളറിൽ, അതുപോലെ ഒന്ന് ചെയ്യാനായിട്ട് നോക്കിയതാണേ. അത് നമ്മളൊരു നേവി ബ്ലൂ കളർ എടുത്ത് അതിന് ശേഷം അതിനകത്ത് ഒരു തിളങ്ങുന്ന ഒരു ടച്ച് വരാനായിട്ട് കുറച്ച് വൈറ്റ് കളറും കൂടെ ആഡ് ചെയ്ത്, എന്നിട്ട് അതിന്
ജസ്റ്റ് ത്രെഡ് വരച്ച് കൊടുക്കുക ചെയ്തത്. അത് ഭയങ്കര ഈസിയാണ്. ഇത്രയും ഈസി ആയിട്ട് ഇതൊക്കെ ചെയ്യുമ്പോഴത്തേന് നമ്മൾ എന്തിനാ ചുമ്മാ കാശ് കളയുന്നത്? അപ്പോൾ ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. നമ്മളിപ്പോൾ ഡ്രോ ചെയ്തേക്കുന്ന ഓരോ ഐറ്റംസാണ് ഇവിടെ കാണിക്കുന്നത്. ഇനി നമുക്ക് ഒരു ഗിഫ്റ്റ് ബോക്സ് ഒന്ന് റെഡിയാക്കി നോക്കാം. ഇതിനകത്തൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് നിങ്ങൾക്ക് ഒരു സാമ്പിളിന് വേണ്ടി ചെയ്യുന്നതാണ്. ഗിഫ്റ്റ് ബോക്സ് അറിയാലോ, ആദ്യം ഒരു സൈഡ് നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഗിഫ്റ്റിൻ്റെ ആ ഒരു വെളിയിലുള്ള ബോക്സുമായിട്ട് ടച്ച് ചെയ്ത് നമ്മുടെ ഗിഫ്റ്റ് പേപ്പർ ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം അത് നന്നായിട്ട് മടക്കി വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്താൽ മതി. ഓക്കെ, വളരെ ഇമ്പ്രസീവ് അല്ലേ? ഇനി നമുക്ക് അതൊന്ന് ഗിഫ്റ്റ് ടൈ ചെയ്യുമല്ലോ, അതുകൂടെ ഒന്ന് നോക്കാം. അതിനാദ്യമായിട്ട് റെഡ് കളറിലെ ആ ഒരു റിബൺ എടുക്കുക, സാറ്റൻ്റെ റിബൺ എടുക്കുക. അതിനുശേഷം അത് വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനെ ഇച്ചിരി ലെങ്തി ആകുമ്പോഴത്തേന് കുറച്ചും കൂടെ ഭംഗിയായിരിക്കും. പക്ഷേ അതിന് ഇങ്ങനെയല്ല അത് കെട്ടേണ്ട മെത്തേഡ്. കുറച്ചെടുത്തതിന് ശേഷം ജസ്റ്റ് മിഡിൽ പോർഷൻ ഒരു റോസ് ഫ്ലവറിൻ്റെ ഒരു ലുക്കിൽ വരാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എങ്ങനെയുണ്ട്? നന്നായിട്ടില്ലേ? എന്നിട്ട് ജസ്റ്റ് ഒന്ന് വിടർത്തി കൊടുക്കുക. അന്നത്തേന് കറക്റ്റ് നമുക്ക് ആ ഒരു ലുക്ക് തന്നെ കിട്ടും. എന്നിട്ട് ടിപ്പ് പോർഷൻ ജസ്റ്റ് ആ ഒരു സ്റ്റൈലിന് വി ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കുക. അതൊക്കെ ഈസിയാണ്, അതെല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഗിഫ്റ്റ് ബോക്സ് റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമായോ? ന്യൂ ട്രെൻഡിങ് ആയിട്ട് നമുക്ക് സ്വന്തമായിട്ട് ഈസി ആയിട്ട് അഫോർഡബിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഐഡിയാസാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇനി റിബൺ വെച്ച് നമ്മൾ അതും പേപ്പർ റിബൺ ആണ് യൂസ് ചെയ്തേക്കുന്നത്. ക്രിസ്മസിന് ട്രെൻഡിങ് ആയിട്ടുള്ള ഓർഗാമി പേപ്പർ റിബൺ ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. അതിനായിട്ട് നമ്മുടെ ആ ഒരു പീസ് പേപ്പർ നമ്മൾ 4 ഭാഗം ഒരുപോലെ ആവുന്ന രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. എക്സ്ട്രാ ഉള്ള പോർഷൻസ് നമ്മൾ ലീവ് ചെയ്ത് കളയുക. അതിനുശേഷം ഈ 4 പോർഷൻസ് നമ്മൾ മടക്കിയല്ലോ, ആ 4 പോർഷൻസും കട്ട് ചെയ്ത് കൊടുക്കുക. മിഡിൽ പോർഷനിൽ കുറച്ച് പോർഷൻ മാത്രം വെച്ചതിന് ശേഷം ബാക്കിയെല്ലാം കട്ട് ചെയ്ത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്യാം. അതിനുശേഷം ഒരു എണ്ണം മൊത്തത്തിൽ അങ്ങ് കട്ട് ചെയ്യുക. ഒന്ന് ജസ്റ്റ് മടക്കിയതിന് ശേഷം അത് മൊത്തത്തിൽ കട്ട് ചെയ്തതിന് ശേഷം 2 എണ്ണം ഒരുമിച്ച് വെക്കുക. അല്ലെങ്കിൽ അത് സെപ്പറേറ്റ് കട്ട് ചെയ്താലും മതി. എന്നാലും ഒരേപോലെ വരാനായിട്ടാണ് ഞാൻ രണ്ടും ഒരുമിച്ച് മടക്കി എന്നിട്ട് അതിൻ്റെ 2 പോയിൻറ്റ്സും ജോയിൻ ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് വിടുന്നത്. അത് എന്നിട്ട് നിവർത്തി വെച്ചതിന് ശേഷം ഈ 4 പോയിൻറ്റ്സിൽ നമ്മൾ ഗം വെച്ച് കൊടുക്കുക. എന്നിട്ട് അത് മടക്കി അതിനകത്ത് അതിൻ്റെ ആ മിഡിൽ പോർഷൻ ഉണ്ടല്ലോ, മിഡിൽ പോർഷനിൽ വന്ന് ടൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഒരു ട്രയാങ്കിൾ പോർഷൻ ബാക്കിയുണ്ട്, അതിൻ്റെ സൈഡ് പോർഷൻ മാത്രം നിർത്തി മിഡിൽ പോർഷനിൽ വീണ്ടും ഒരു ട്രയാങ്കിൾ പോലെ കട്ട് ചെയ്ത് ഒരു ഭാഗം എടുത്ത് കളയുക. അന്നേരത്തേക്ക് നമ്മുടെ റിബൺ പോലത്തെ ഒരു ഷേപ്പ് കിട്ടും. ആ റിബൺ നമ്മളൊന്ന് ജസ്റ്റ് സ്റ്റൈലിഷ് ചെയ്യാനായിട്ട് അവിടെ നിന്ന് ഒരു കൊച്ചു ട്രയാങ്കിൾ പോലെ കട്ട് ചെയ്ത് കളയുക. അത് ഇങ്ങനെ ഒരു ഭാഗം നീണ്ട് റിബണിനകത്ത് നമ്മൾ ചെയ്യത്തില്ലേ, അതുപോലെ ഒരെണ്ണം നീണ്ടത് ഒരെണ്ണം കുഞ്ഞതുമാക്കുക. എന്നിട്ട് നടുക്ക് ആ ടൈ ചെയ്തേക്കുന്നത് നമ്മൾ ആ ജോയിൻ ചെയ്തേക്കുന്ന കാണാതിരിക്കാനായിട്ട് ഒരു സർക്കിളിൽ നമ്മൾ വേറൊരു കളറിൽ റിബൺ വെച്ച് വെക്കുക. അപ്പോൾ നമ്മുടെ ഡെക്കറേറ്റീവ് റിബൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഡെക്കറേഷനിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇങ്ങനത്തെ ക്രിയേറ്റീവ് വീഡിയോസിനായിട്ട് ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കൂടുതൽ ആൾക്കാരിലെത്തിക്കുക, ഷെയർ ചെയ്യുക. അപ്പോൾ ടാറ്റ ബൈ ബൈ, സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോസ്.